നിന്റെ നെറ്റിയിലെ കുങ്കുമം എങ്ങനെയാടി വിശാലിന്റെ ഷർട്ടിൽ വന്നത്? ചോദിച്ച കേട്ടില്ലേ? അപ്പോ ഇവിടം വരെയൊക്കെ ആയി കാര്യങ്ങള് അല്ലേ? വിശാലിന്റെ മുഖത്തേക്ക് നീ പ്രേമത്തോടെ നോക്കുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ചാൻസ് കിട്ടുമ്പോഴെല്ലാം വിശാലിന്റെ അടുത്ത് മുട്ടിയൊരുമി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കെട്ടിപ്പിടിക്കാനും തുടങ്ങിയല്ലേ? എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി വിശാലിന്റെ നെഞ്ചിലോട്ട് അങ്ങ് ഓടി കേറിക്കോണം. നാണമില്ലാത്ത അസത്ത്. അല്ല, വിശാൽ എന്തിനാ ഇതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത്? ഇവളുടെ അടുത്തേക്ക് ഒരു ഡിസ്റ്റൻസ് ഒക്കെ വേണം വിശാലെ. ഇവളുടെ മനസ്സത്ര നല്ലതൊന്നും അല്ല. അതെ, ഞാനും കൂടി സമ്മതിച്ചിട്ട് പാർവതി എന്റെ നെഞ്ചിലേക്ക് ഓടിക്കേറുന്നത് എനിക്കിഷ്ടം തന്നെയാ. പക്ഷെ എനിക്കിഷ്ടമല്ല. ഇവള് വിശാലിന്റെ അടുത്തേക്ക് വരുന്നതും എന്തിന് വിശാലിനെ ഒന്ന് നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. എന്ത് കാണാനാടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഇറങ്ങിപ്പോടി, ഇറങ്ങിപ്പോവാ. വിശാൽ, എന്റെ ഭാര്യയുടെ കൈവിടാൻ. ഇവള് ഭാര്യയാണെന്ന് പറയാൻ നാണമില്ലേ വിശാലിന്? ഭാര്യയെ ഭാര്യയെന്ന് പറയാൻ എന്തിനാ നാണിക്കുന്നേ? ഭാര്യ കേക്കുമ്പോ ഒരു സുഖം തോന്നുന്നുണ്ടല്ലേ? നിന്റെ മുമ്പിൽ വെച്ച് വിശാല് പറയും ഈ നിൽക്കുന്ന ജാസ്മിൻ എന്റെ ഭാര്യയാണെന്ന്. അതിനി അധിക സമയമൊന്നും വേണ്ട. വിശാലെ, ഇനി അവളെ അടുപ്പിക്കരുത്. എന്റെ സ്വന്തം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാ വിശാല്. മറ്റൊരു പെണ്ണിനോട് അടുപ്പം കാണിക്കുമ്പോ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടാകുമെന്ന് എന്താ വിശാൽ ആലോചിക്കാത്തത്? നീയെ കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും കാണിക്കരുത്. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. വിശാൽ, നിന്റെ താലി എന്റെ കഴുത്തില് വീണാലല്ലേ നിന്റെ സ്വത്തില് എനിക്ക് അവകാശം പറയാൻ കഴിയും. എന്റെ ലക്ഷ്യം നേടുന്നത് വരെ ഞാൻ നിന്റെ മുമ്പിൽ കരഞ്ഞു കാണിക്കും. ശരിയായ ജാസ്മിനെ നിനക്ക് വൈകാതെ മനസ്സിലാകും. ഗൗരവക്കാരനാ. ഇത്രയൊന്നും ഗൗരവം വേണ്ട കേട്ടോ. എപ്പോഴും ചിരിക്കുന്ന മുഖം കാണാനാ എനിക്കിഷ്ടം. അതുകൊണ്ട് എന്റെ മുന്നില് ഗൗരവം എടുക്കരുത്. ചിരിക്കണം, മനസ്സിലായല്ലോ? നീ ആരോടാ കിന്നാരം പറയുന്നേ? അമ്മയും മുത്തശ്ശനും എന്താ പറഞ്ഞത്? ചേച്ചിക്ക് മാത്രമേ കോടീശ്വരനെ കിട്ടൂ, എനിക്ക് കിട്ടില്ല എന്നല്ലേ? ചേച്ചിയെ മാത്രമല്ല, എന്നെ ഉദയനൂരമ്മയ്ക്ക് ഇഷ്ട. എന്നെ പെണ്ണ് ചോദിക്കാനേ അടുത്ത ആഴ്ച ഈ കോടീശ്വരൻ ഇവിടെ വരുന്നുണ്ട്. കോടീശ്വരനോ? ആ, സുരഭിയുടെ ബന്ധത്തിലുള്ളതാ, വിദേശത്താ. സുരഭി ഫോട്ടോ കാണിച്ചപ്പോ തന്നെ എനിക്കിഷ്ടായി. സുരഭിയുടെ ഫോണില് വിദേശത്തുള്ള ആളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയും. അവളെനിക്ക് കാണിച്ചു തന്നു. ഞാൻ അയാളുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. വിശാലേട്ടന്റെ അത്ര ഉയരമില്ല, പക്ഷേ സുന്ദരനാ. എനിക്കിഷ്ടായി.
എനിക്ക് ഇഷ്ടായിട്ടോ. ഫോട്ടോ കാണട്ടെ. ഇത് നിന്റെ അപ്പൂപ്പനാവാനുള്ള പ്രായമുണ്ടല്ലോ. അച്ഛാ, ഇത് നോക്ക്. മുത്തശ്ശനെക്കാളും പ്രായമൊന്നുമില്ല, 50 വയസ്സേ ഉള്ളൂ. അതൊന്നും വലിയ വയസ്സല്ല. കോടീശ്വരനാ. വിശാലേട്ടനെക്കാളും കോടീശ്വരൻ. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടായി. വിശാൽ മോന്റെ അനിയനാണല്ലോ. ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ പിന്നെ തരുന്നുണ്ട്. വാ പോലെ അകത്തോട്ട് കയറിയിരിക്കേ. വാ. മുത്തശ്ശനെ അയാളുടെ ഫോട്ടോയും കൊണ്ട് വന്നിരിക്ക. 45 അല്ല, 50 വയസ്സുണ്ട്. നോക്കിക്കേ. തന്റെ മുത്തച്ഛനും അമ്മയും ഇങ്ങനെ ഒരു വിവരക്കേട് ചെയ്യോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പെണ്ണായി പോയില്ലേ? ഞാൻ അവർക്ക് ബാധ്യതയോ? എങ്ങനെയെങ്കിലും തലേന്ന് ഇറക്കി വിട്ടാ മതിയെന്ന ചിന്തയോ മുത്തശ്ശനും അമ്മയ്ക്കും. ഞാൻ സംസാരിക്കാം. വേണ്ട. അവരോട് സംസാരിക്കാൻ വേണ്ടിയില്ല താൻ എന്നോട് വരാൻ പറഞ്ഞ. ശരിയാ, പക്ഷേ ഈ കാര്യം ആരെങ്കിലും അറിഞ്ഞാ ചത്തു കളയുന്ന അമ്മ പറയുന്നേ. അമ്മയെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എനിക്ക്? എനിക്ക് പോണം. ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ വന്ന് നിൽക്കും. എന്നോട് മാറാൻ പറയാൻ എന്ത് അധികാരമാ നിനക്ക് വീട്ടിലുള്ളത്? അപ്പച്ചി എന്തിനാ ഒരു കാര്യമില്ലാതെ എന്നോട് വഴക്കിന് വരുന്നേ? എന്നെ അപ്പച്ചിന്ന് വിളിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആന്റിയെ പിന്നെ അപ്പച്ചിന്നല്ലാതെ വേറെന്താ വിളിക്കേണ്ടത്? അതുകൂടി പറഞ്ഞു കൊടുക്ക്. നീയാണോ ഇവളുടെ നാവ്? ഇവൾക്ക് സംസാരിക്കാൻ അറിയില്ലേ? അതിന് ആന്റി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇവളുടെ നാട്ടില് ഭർത്താവിന്റെ അച്ഛന്റെ പെങ്ങളെ അപ്പച്ചിന്നാ വിളിക്കുക. അങ്ങനെ വിളിച്ചാ ഇവള് ശീലിച്ചത്. ആന്റി എന്നൊന്നും ഇവളുടെ നാവില് വരില്ല. അപ്പച്ചിക്ക് പകരം വേറെന്തെങ്കിലും വാക്കുണ്ടെങ്കിലേ ആന്റി ഇവക്ക് പറഞ്ഞു കൊടുക്ക്. ഇവള് വിളിച്ചോളൂ. ഭർത്താവിന്റെ അച്ഛന്റെ പെങ്ങളോ? വിശാല് നിന്റെ ഭർത്താവാണോ? ഈ താലിയും കഴുത്തിലിട്ട് നീ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ? ഈ താലി എന്തോ മഹാസംഭവം എന്നല്ലേ നീ എന്നെ പഠിപ്പിച്ചത്? ഈ താലിയിൽ തൊട്ട് നിനക്ക് പറയാൻ കഴിയോ നീയും വിശാലും എല്ലാ അർത്ഥത്തിലും ഭാര്യയും ഭർത്താവുമാണെന്ന്? വിശാൽ ബ്രോയും ഇവളും എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ. അല്ലെങ്കിലേ ചോദ്യം ചെയ്യേണ്ടത് ഇവളെ മാത്രമല്ല, രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി ആന്റി അവരോട് കാരണം ചോദിക്കും. അതിന് കാരണക്കാരായവരുടെ പേര് വിവരങ്ങള് രണ്ടുപേരും കൂടി അക്കൗട്ട് പറഞ്ഞു തരും. പാർവതി, നീ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇന്നത്തെ നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ? പോയി കിടക്ക്. ക്ഷേത്രത്തിൽ മിച്ചം വന്നത് തിന്ന് വളർന്നവളാ. കുപ്പയിൽ കിടന്നവളൊക്കെ എന്നെ കയറി അപ്പച്ചിന്ന് വിളിക്കുന്നു. ക്ഷേത്രത്തിൽ മിച്ചം വരുന്നതിനെ നിവേദ്യമൊന്നും പ്രസാദമൊന്നും ഒക്കെയാ പറയാ. നിവേദ്യം കഴിച്ചു വളർന്നു എന്ന് പറയുന്നതിലേ എനിക്ക് അഭിമാനമേ ഉള്ളൂ.
എന്റെ ഒരു പോരായ്മയായി അപ്പച്ചി വിളിച്ചു പറയുന്നത്. അപ്പച്ചിക്ക് വിവരമില്ലാത്തതുകൊണ്ടാ. ദേ, കിട്ടിയല്ലോ. ആന്റിക്ക് വയറ് നിറഞ്ഞില്ലേ? നേരത്തെ ഞാൻ അപ്പച്ചിയോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് എന്റെ താലി പൊട്ടിക്കാൻ നോക്കിയപ്പോ എനിക്ക് നിയന്ത്രണം വിട്ടു പോയതുകൊണ്ടാ. അതിലെനിക്ക് വിഷമമുണ്ട്. അപ്പച്ചിയുടെ പ്രായവും സ്ഥാനവും ഒക്കെ ഞാൻ ഓർക്കണമായിരുന്നു. അപ്പച്ചിക്ക് വിഷമമായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഹ, നീ എന്തിനാടി ക്ഷമയൊക്കെ പറയുന്നേ? അത് നന്നായെന്നാ എന്റെ അഭിപ്രായം. ഏരന്നു വാങ്ങിയതല്ലേ? അതല്ല ഗാർഗി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. ആ വിരോധം മനസ്സിൽ വെച്ചിട്ട് അപ്പച്ചി എന്നോട് വഴക്കിന് വരരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. എടീ, നിക്കവിടെ. എന്താ നിന്റെ ഉദ്ദേശം? വിശാല് വേറെ കെട്ടാൻ പോകുന്നു അറിഞ്ഞിട്ടും നീ എന്തിനാ ഈ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അത് പറഞ്ഞിട്ട് നീ പോയാ മതി. വിട്ടേ കാൻഡി. വെളുപ്പിനെ കേറിയതാ അവളീ അടുക്കളയില്. ഇനിയെങ്കിലും അവളൊന്ന് നടു നിവർത്തിക്കോട്ടെ. ഹ, പാർവതി നീ പോയ ചെല്. നീ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്യുന്നേ? പ്രഭാവതിയുടെ കൂടെയല്ലേ നീ നിൽക്കേണ്ടത്? ഹ, അമ്മയുടെ കൂടെ നിൽക്കാൻ ആന്റി അടക്കം ഒരു പട തന്നെ ഇല്ല ഇവിടെ. അവളുടെ കൂടെയല്ലേ ആരും ഇല്ലാത്തത്. എനിക്ക് കരയിപ്പിക്കാനല്ല, സമാധാനിപ്പിക്കാനാ ഇഷ്ടം. പൊയ്ക്കോട്ടെ ദുഷ്യൽ ആന്റി. ഒരു പെണ്ണായ പാർവതി കാണിക്കുന്ന ധൈര്യം പോലും നീ കാണിക്കുന്നില്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വേറെ ഒരു അടുക്കളക്കാരിയിട്ടുന്നുണ്ട്. ആന്റിയോടും അങ്കിളിനോടും സുശീല ആന്റിയോടും ജാസ്മിനോടും ഒക്കെ ഒറ്റയ്ക്ക് ഇന്ന് പൊരുതിയില്ലേ? നീ എന്താ ചെയ്തത്? നീ ഒന്നും ചെയ്തില്ല. പാർവതിയോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ആന്റിയുടെ താളത്തിന് നിന്നു കൊടുത്തു. എനിക്കൊരു ഭാര്യയുണ്ട്, നിനക്ക് വേറെ വിവാഹം കഴിക്കാൻ മനസ്സില്ലെന്ന് നീ ആന്റിയോട് പറഞ്ഞു. ഓമനക്കുട്ട, എന്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ. അമ്മയോട് ഞാൻ എങ്ങനെ പറയാനാ? ആഹാ, അപ്പൊ നീ ജാസ്മിനെ വിവാഹം കഴിക്കാൻ പോകണം? അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇതിൽ നിന്ന് തല ഉരാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന്? ഒറ്റ വഴിയേ ഉള്ളൂ. നിനക്ക് നട്ടലുണ്ടെന്ന് നീ തെളിയിക്കണം. ഓമനക്കുട്ട, ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? പാർവതിയുടെ കൂടെ ജീവിക്കുള്ളൂ നട്ടല് നിവർത്തി നീ പറയണം. നട്ടലിന് ബലക്കുറൊന്നുമില്ല ഓമനക്കുട്ട. പാർവതി എന്റെ ഭാര്യയാണെന്ന് ഉറക്കെ പറയാൻ എനിക്ക് ഒരു പേടിയുമില്ല. പക്ഷേ ഇന്ന് തൊട്ട് നീ എല്ലാ അർത്ഥത്തിലും എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ പാർവതി കൂടി അത് അംഗീകരിക്കണ്ടേ? അവൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് അംഗീകരിക്കില്ല? കാരണമൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാൻ അവൾ എന്നെ നിർബന്ധിക്കുമായിരുന്നു. പാർവതിയുടെ കൂടെ ജീവിക്കുമെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് അവള് പറഞ്ഞ എല്ലാവരുടെ മുന്നിലും ഞാൻ നാണം കെടില്ലേ? എന്നുവെച്ചാ ജാസ്മിനെ വിവാഹം ചെയ്യുന്നല്ലേ? മനസ്സുകൊണ്ട് എനിക്കതിന് കഴിയില്ല. പക്ഷെ ഒരു യന്ത്രം പോലെ ഞാൻ നിന്നു കൊടുക്കാം. പക്ഷെ വിശാലേ, ജാസ്മിന്റെ കഴുത്തിൽ താലിട്ടി കഴിഞ്ഞ ആ നിമിഷം പാർവതി നിന്റെ ആരുമില്ലതായി മാറും. അതെനിക്കറിയാം ഓമനക്കുട്ട. അതിനിടയിൽ അവള് വന്ന് പറഞ്ഞാൽ മതി.
അവൾക്ക് തെറ്റുപറ്റിയതാണെന്ന്, ഞാൻ വേറൊരു വിവാഹം കഴിക്കരുതെന്ന്, അവൾക്ക് എന്നെ വേണമെന്ന്. അതൊന്ന് കേൾക്കാൻ കാത്തിരിക്കാൻ ഞാൻ. അങ്ങനെ അവൾ വന്ന് പറയുകയാണെങ്കിൽ അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി ഒന്നുകൂടി മുറുക്കി കെട്ടി ഞാൻ അവളെ എന്റെ നെഞ്ചോട് ചേർത്തേനെ. എന്നെ കെട്ടാൻ കച്ച കെട്ടി നടക്കുന്ന ആ ജാസ്മിന്റെ മുന്നിൽ വെച്ച് എന്നെ ജാസ്മിനെ കൊണ്ട് കെട്ടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് നടക്കുന്ന എന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ ജാസ്മിനെ കെട്ടുന്നത് കാണാൻ അമേരിക്കയിൽ നിന്ന് വന്ന ആന്റിയുടെ മുന്നിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പാർവതിയെ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. വിശാലെ, നിന്നെ പോലല്ല പാർവതി. ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്നോളാ. ഒരാണിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ എനിക്ക് വേണമെന്ന് പറയാനുള്ള ധൈര്യമൊന്നും ആ പാവത്തിനുണ്ടാവില്ല. അതിന് ഏതൊരാണല്ലോ ഞാൻ. അവളുടെ കഴുത്തിൽ താലി കെട്ടിയ അവളുടെ ഭർത്താവല്ലേ. എന്നാലും വിശാലെ, അതല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുന്നിലില്ലടാ. ഞാൻ പാർവതിയുടെ കൂടെ ജീവിക്കണം, ജാസ്മിന്റെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ ഈ അവസ്ഥയിൽ എനിക്ക് കഴിയില്ല. പക്ഷേ പാർവതിയുടെ കൂടെ ജീവിക്കാനാ എനിക്ക് ആഗ്രഹം. നട്ടെല്ലുള്ളവരും ചിലപ്പോ നിസ്സഹായരായി പോവും. കാര്യങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിന്റെ പ്രയാസത്തില് എന്ത് ചെയ്യണോന്ന് ഓർത്തിരിക്കുമ്പോഴാ സുശീലയുടെ മുഖം മനസ്സിൽ വരുന്നത്. വിശാലിന്റെ വിവാഹമാണെന്നറിഞ്ഞ കിട്ടുന്ന ഫ്ലൈറ്റിൽ കയറി അവള് വരുമെന്ന് എനിക്കറിയായിരുന്നു. അവളെ ഇറക്കി കളിച്ചതുകൊണ്ടാ കാര്യങ്ങൾ ഇത്ര സ്പീഡപ്പ് ആയത്. വിവാഹ നിശ്ചയത്തിന് വധു മുല്ലപ്പൂ ചൂടില്ലേ? വരുന്ന വഴിക്ക് കണ്ടപ്പോ മേടിച്ചതാ. നന്നായി. ജാസ്മിൻ എന്ന് പറഞ്ഞ മുല്ലപ്പൂ എന്നാണല്ലോ. ഇവൾക്കാണെങ്കി പൂക്കളെന്ന് പറഞ്ഞ ജീവനും. ആ പ്രതാപ, ഒന്ന് വന്നേ. വാ. എന്താ ചേച്ചി? Oh my God! My princess look like gorgeous. Wow! എല്ലാം അതിന്റെ മുറയ്ക്ക് നടക്കാൻ വേണ്ടിയാ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചത്. ഒരു ചടങ്ങ്, അത്രയുള്ളൂ. അമേരിക്കയിലേക്ക് തിരിച്ചു പോവാൻ അവൾക്ക് തിടുക്കമുള്ളതുകൊണ്ട് നാളെയോ നാളെ കഴിഞ്ഞോ വിവാഹം നടക്കും. അപ്പോഴേക്കും ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെക്കണം. വിവാഹം കഴിഞ്ഞ നിലവിലുള്ള പ്രമാണപ്രകാരം വിശാലിന്റെ സ്വത്ത് മുഴുവൻ ജാസ്മിന്റെ പേരിലാവും. അത് മുഴുവൻ അവള് ചേച്ചിക്ക് ഇഷ്ടദാനം തരുന്നു. അത്രയല്ലേ ഉള്ളൂ. ഡോക്യുമെന്റ്സ് ഒക്കെ എപ്പോഴാ റെഡി അയച്ചി? നീ വളരെ ഫാസ്റ്റ് ആണല്ലോ. നല്ല കാര്യങ്ങളൊന്നും വെച്ച് വൈകിപ്പിക്കാൻ പാടില്ലെന്നല്ലേ? ആ വാ. സിനിമയിലൊക്കെ പറയുന്നത് പോലെ നീ എത്ര ഒരുങ്ങിയിട്ടും ഒരു മെനയാവുന്നില്ലല്ലോ ജാസ്മിന്. അത് നീ അസൂയ കൊണ്ട് പറയുന്നല്ലേ? ഒരുങ്ങി കഴിഞ്ഞപ്പോ ജാസ്മിനെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് അല്ലേ ചേച്ചി? അങ്കിൾ എന്താ കണ്ണുകൊട്ടനാണോ? ഇതാണോ അടിപൊളി? ഇത് ഫുള്ള് മേക്കപ്പ്. ഇത് കുറച്ച് പൗഡറും കൺമഷിയും മാത്രം. രണ്ടുപേരെ ഒന്ന് നോക്ക്. എന്നിട്ട് ആരാ സുന്ദരി എന്ന് നിങ്ങൾ തന്നെ പറയും. പിന്നെ പാർവതി വിശാൽ ബ്രോയ്ക്ക് ചേരാത്തവളായതുകൊണ്ടല്ലേ രണ്ടാം വിവാഹം നടത്തി കൊടുക്കുന്നത്. അച്ഛൻ കണ്ടുപിടിച്ച പെണ്ണാണോ അമ്മ കണ്ടുപിടിച്ച പെണ്ണാണോ
റോയ്ക്ക് ചേരുക? എല്ലാരും അഭിപ്രായം പറ.